നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. ഇന്ന് നമുക്ക് നോക്കാം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ, ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പേര് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ പലർക്കും ഇത് എന്താണെന്ന് അറിയുന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന ഇതൊരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് കരുതുന്നത്. പക്ഷെ എന്നാൽ അത് അല്ല. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ വീണ്ടും പോകണമെന്നുള്ള ഒരു തോന്നൽ, ഒരു അൺസാറ്റിസ്ഫാക്ടറി രീതി. അതോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോവർ അബ്ഡോമൻ ഉണ്ടാവുന്ന ഒരു പെയിൻ, അതേ കണക്ക് തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഒക്കെ മാറി വരുന്ന ഒരു രീതി. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ അധികമായിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ ഒക്കെയാണ് പ്രധാന കാരണങ്ങൾ. ചില മെഡിസിൻസിന്റെ റിയാക്ഷൻ ആയിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുകണക്ക് തന്നെ നമ്മളുടെ ആയുർവേദത്തിലെ വാതപിത്ത കഫത്തിലെ പിത്തം അധികരിച്ചാലും വാദം അധികരിച്ചാലും ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ഫെയർ കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതല്ലെങ്കിൽ ബിരുദാഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പാലും പഴവും അതല്ലെങ്കിൽ പാലും തൈരും ഒക്കെ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ഫുഡുണ്ട്. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, ബേക്കറി പ്രോഡക്ട്സ്, പിക്കിൾസ്, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരാനായിട്ട് കാരണമാക്കുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ ഒരു ഇഷ്യൂ കൊണ്ടും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവാം. അധികമായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യാത്തവരിലും ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കാണുന്നുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിനെ ആയുർവേദത്തിലൂടെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. ആഹാരം നല്ലപോലെ ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം യൂറിൻ അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ പാസ് ചെയ്യാനായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. യഥാസമയത്ത് ടോയ്ലറ്റിലൊക്കെ പോവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് യഥാസമയം തന്നെ ചികിത്സ നൽകുക. ഉറക്കം ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ഉറക്കക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആയുർവേദത്തിൽ ഒട്ടനവധി മെഡിസിൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള മെഡിസിൻസിലൊന്നാണ് കൈഡര്യാദി കഷായം. ഇതൊക്കെ വിധിയാവണ്ണം ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. നോൺ വെജ് പദാർത്ഥങ്ങൾ, മൈദ തുടങ്ങിയ ആഹാരങ്ങളെല്ലാം ഭക്ഷണത്തിൽ നിന്ന് മാറ്റുക. അധികമായിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അതേ കണക്ക് നമ്മുടെ ഈ ഗ്യാസ്ട്രൈറ്റിസിനെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് സ്നേഹപാനം തുടങ്ങിയ ചികിത്സകൾ, അതല്ലെങ്കിൽ ഡിറ്റോക്സിഫിക്കേഷൻ, പഞ്ചകർമ്മ തെറാപ്പീസ് ഒക്കെ നൽകുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക. അധികമായിട്ടുള്ള ജ്യൂസുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സോളുബിൾ ആയിട്ടുള്ള ഫൈബർ റിച്ച് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറ്റാനായിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക. അതല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കണക്ക് നമുക്ക് ആയുർവേദത്തിലുള്ള ഒരു നല്ലൊരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. അല്പം മോരുവെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 10-15 കറിവേപ്പില ഇടുക, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ദിവസം ഒരു 2 നേരമൊക്കെ കുടിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു 11 മണി സമയത്തും 1 മണി സമയത്ത് ഭക്ഷണത്തിനോടൊപ്പം ഒക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അതുവരേക്കും നന്ദി, നമസ്തേ.